ഹായ് ഹലോ വെൽക്കം ടു ലൈഫ് വിത്ത് ഒപ്റ്റോം. ഞാൻ മാളവിക, കറന്റ് എയർലൈനിൽ വർക്ക് ചെയ്യുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊറിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. റെക്കഗ്നേഷൻ കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ്, ഇനി റെക്കഗ്നേഷൻ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും, പിന്നെ ഒന്നുകൂടെ ആദ്യം തൊട്ട് ചെയ്യണോ, എത്ര ടൈം എടുക്കും, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഇല്ലേ. സോ ഇതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നിങ്ങൾ കൊറിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി കൊടുക്കേണ്ടി വരും. ആ മെയിൽ ഐ ഡി നിങ്ങൾ ബെറ്റർ ഇതിനു വേണ്ടി മാത്രം നിങ്ങളൊരു പുതിയൊരു മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പം ഒരു ജിമെയിൽ കൊടുക്കുക, പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള പോലെ തന്നെ കുറഞ്ഞ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്തിട്ട് ഡോക്യുമെന്റിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്തുന്ന സ്റ്റെപ്പാണ് എമൗണ്ട് പേ ചെയ്യാന്നുള്ളത്. 510 euros ആണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക. വൺസ് നിങ്ങൾ 510 euros കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പേയ്മെന്റും കഴിഞ്ഞു, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വെയിറ്റ് ചെയ്യുക. കോറി നിങ്ങളുടെ ഫയൽ ഫ്രം ദ ബിഗിനിങ് ടു ലാസ്റ്റ് വരെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സിലും കൂടെ ഗോ ത്രൂ ചെയ്യും. അതിനുശേഷം അവർ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് മിസ്സിംഗ് ഡോക്യുമെന്റ്സ് ചോദിക്കും. മിസ്സിംഗ് ഡോക്യുമെന്റ്സിൽ കൂടുതലായിട്ട് അവർ ചോദിക്കാൻ സാധ്യത നിങ്ങളുടെ കൂടുതൽ വർക്ക് ഡ്യൂട്ടീസ് സബ്മിറ്റ് ചെയ്യാനോ, നിങ്ങൾ ചെയ്തിട്ടുള്ള 5 കേസ് സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു മിസ്സിംഗ് ഡോക്യുമെന്റ്സിൽ കൂടുതൽ കോമൺ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ്. അപ്പൊ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട്. ഇനി നിങ്ങൾ എഗെയിൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 1 to 2 months നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കുറവ് എന്നുള്ള റിപ്ലൈക്ക് വേണ്ടിയിട്ട്. എഗെയിൻ അവർ ആ ഫയൽ ആദ്യം തൊട്ട് അവസാനം വരെ ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയി അവർക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ തെൻഷ ക്ലൗഡിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും, യുവർ ഫയൽ ഈസ് കംപ്ലീറ്റ്. സോ വൺസ് നിങ്ങൾ ആ ഒരു ഫയൽ കംപ്ലീറ്റ് കിട്ടി കഴിഞ്ഞിട്ട് 4 months വെയിറ്റ് ചെയ്യുക. 4 months വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ DL നിങ്ങൾക്ക് അവർ റിലീസ് ചെയ്യുന്നുണ്ടാവുക. DL മീൻസ് ഡിസിഷൻ ലെറ്റർ ആണ് കേട്ടോ. ഇനി വൺസ് DL കിട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ DL നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ ഫയൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ആയി നിങ്ങൾ രജിസ്ട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള രജിസ്ട്രേഷനിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ നിങ്ങളുടെ ഫയൽ റെക്കഗ്നൈസ്ഡ് ആയില്ലെങ്കിൽ കുറെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തരും. ഒന്നെങ്കിൽ അഡാപ്റ്റേഷനിലോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പിക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാം. ഈ 3 ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അഡാപ്റ്റേഷൻ മീൻസ് നിങ്ങൾ ഒരു എംപ്ലോയറെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫഷനിലുള്ള ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള എംപ്ലോയറുടെ കീഴിൽ നിങ്ങൾ അവർ പറയുന്ന എത്ര അവേഴ്സ്, ഇപ്പോൾ 1000 hours അല്ലെങ്കിൽ 800 hours, അവർ എത്ര അവേഴ്സ് ആണോ പറഞ്ഞ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് അഡാപ്റ്റേഷൻ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബേസിക്കലി ടെസ്റ്റ് ആണ്. അതിൽ തിയറി ഉണ്ടാകും, പ്രാക്ടിക്കൽസ് ഉണ്ടാവും, ഒറിജിനൽ പേഷ്യൻസിനെ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അത് ഡബിളിന് വെച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് എക്സാം എഴുതി തിരിച്ച് നിങ്ങളുടെ ഓൺ കൺട്രിയിലോട്ട് മടങ്ങി പോകേണ്ടി വരും. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്നിട്ട് റിസൾട്ട് വന്ന് നിങ്ങൾ ഓക്കെ ആയി നിങ്ങൾക്ക് വൺസ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയാൽ മാത്രമേ തിരിച്ച് അയർലൻഡിലോട്ട് വരാനായിട്ടേ പറ്റുള്ളൂ. ഇതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പീലാണ്. അപ്പീലിന് പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് നിങ്ങളുടെ പ്രൊഫൈലിൽ, നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഡെഫിസിറ്റ് ഒന്നും ഞാൻ അർഹിക്കുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ അപ്പീലിന് വേണ്ടിയിട്ട് പോകാം. പക്ഷെ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പം ഏകദേശം എനിക്ക് ഒരു 1.5 വർഷത്തോളം ഒരു വെയിറ്റിംഗ് ഉണ്ട് അപ്പീലിന് വേണ്ടിയിട്ട്. അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അധികം ആൾക്കാരൊന്നും പോകാറില്ല. പക്ഷെ ചില ഏജൻസികൾ അപ്പീലിന് പോയാൽ കിട്ടും എന്നൊരു കോൺഫിഡൻസോടെ അപ്പീലിലോട്ട് മൂവ് ചെയ്യുന്ന കുറച്ച് ഏജൻസികളുണ്ട്. നിങ്ങൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യുക. അപ്പോൾ അഡാപ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അതല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പീലിന് പോവാണ്, എഗെയിൻ നിങ്ങളുടെ ഫയൽ മീറ്റ് ചെയ്തില്ല എന്നാണ് അപ്പീൽ കമ്മിറ്റി നിങ്ങൾക്ക് തരുന്ന റെസ്പോൺസ് എന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നോ അഡാപ്റ്റേഷൻ ഒരെണ്ണം പിക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ കംപ്ലീറ്റ് ആയിട്ട് അവർ ക്ലോസ് ചെയ്യും. എഗെയിൻ നിങ്ങൾ ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പ്രോസസ്സ്. അപ്പോൾ എഗെയിൻ 510 euros ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സിൽ കൂടെയും നിങ്ങൾ കടന്നു പോകേണ്ടി വരും കേട്ടോ. ഈ 3 പാത്വയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് എക്സാം തന്നെയാണ്. നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 monthനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും. നിങ്ങൾക്ക് പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു 1 month കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. പക്ഷേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ റെയർ ആയിട്ട് മാത്രമേ ഹോസ്റ്റ് ചെയ്യാറുള്ളൂ. വൺസ് ഇൻ എ ഇയറിലൊക്കെ ഇപ്പം നടത്താറുള്ളൂ. ശരിക്കും 2 തവണ നടത്തേണ്ടതാണ്. പക്ഷെ ഇപ്പം ലാസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇതുവരെ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ എക്സാം നടന്നിട്ടില്ല, ഉടനെ നടക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ. അപ്പം അതൊരു ഈസിയസ്റ്റ് വേ ആണെങ്കിൽ കൂടിയും അത് കുറച്ച് ടൈം എടുക്കും, കുറച്ച് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ വൺസ് നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് മറിച്ച് റെക്കഗ്നൈസ്ഡ് ആവുകയാണ് നിങ്ങളുടെ പ്രൊഫൈൽ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷനിലോട്ടായിരിക്കും പോകുന്നത്. ഓൾറെഡി നിങ്ങൾ അതിന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്നതിന്റെ കൂടെ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പാരലൽ ആയിട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. എനിവേസ് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടും പേ ചെയ്തു. അപ്പം പാരലൽ ആയിട്ട് നിങ്ങൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻ നമ്പർ കിട്ടും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എംപ്ലോയറെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, വിസ സ്പോൺസർഷിപ്പ് എടുക്കുക, അയർലൻഡിലോട്ട് വരിക എന്നുള്ളതാണ് കേട്ടോ. കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയെങ്കിലും ഇതിന് ഒരുപാട് നാളത്തെ എഫേർട്ട് വേണം.
ഒരുപാട് കാത്തിരിപ്പ് വേണം, കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ബാക്കി കൺട്രീസിലെ പോലെ അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ അല്ല, അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു രജിസ്ട്രേഷൻ അല്ല, ഒരുപാട് ടൈം എടുക്കും. പിന്നെ എംപ്ലോയറെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വിസ സ്പോൺസർഷിപ്പിനും ഒക്കെ ഇതെല്ലാം അപ്പുറം പിന്നെയും ടൈം എടുക്കും. എഗെയിൻ ഒരു 6 months എടുക്കും. സോ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 6 monthsനുള്ളിൽ കിട്ടുന്ന ഒരു കാര്യമൊന്നും അല്ല. ബാക്കി ഏജൻസികൾ പറയുന്ന പോലെ ഇറ്റ് ടേക്സ് ടൈം, മേ ബി 1 year, ചിലർക്ക് 2 year എടുക്കും. അതിൽ കൂടുതൽ നാളെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ 2023 എൻ്റെ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ സ്റ്റേജിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇത് എല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നില്ല. എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇത് സെയിം ആയിരിക്കണം എന്നില്ല. പക്ഷെ ഒരിക്കലും ഇത് ഏജൻസിക്കാർ പറയുന്ന പോലെ 3 monthsലോ 6 monthsലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് പർട്ടിക്കുലർലി ഒപ്റ്റോമെട്രിസ്റ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഏത് വിസയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ജനറലാണോ ക്രിട്ടിക്കലാണോ, വിസ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന്. അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. ഇത് കാണുന്ന വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഫിസിയോതെറാപ്പിസ്റ്റോ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ് ആയിട്ട് വീഡിയോ ചെയ്യും. ഇതൊരാൾ കമന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ഇറ്റ്. ബൈ ബൈ.